എന്ത് എന്നതിന് വ്യക്തമായ ഒരു ചിത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഓരോ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുക. ഈ തോട്ടുങ്ങൽ പാടശേഖര സമിതിയെ സംബന്ധിച്ചിടത്തോളം എടരിക്കോട് പഞ്ചായത്തിൻ്റെ ഹൃദയമായിട്ടുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല പാടെ തകർന്ന് തരിപ്പണമാകുന്ന രൂപത്തിലാണ് ഇതിൻ്റെ സർവേയും അലൈൻമെൻറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൊണ്ട് പാടം തൂരുക മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്നത്, കുടിവെള്ളമായിട്ടുള്ള ഇതിൻ്റെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ നിന്നുള്ള നീർത്തറായിട്ട് ഇറങ്ങി വരുന്ന പ്രദേശമാണ് ഇവിടെ. പെരുമ്പുഴ തോടിലൂടെയാണ് ഈ കുടിവെള്ളം ഇവിടെ നിലനിൽക്കുന്നത്. ഈ റോഡ് വരുന്നതോടുകൂടി പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളത്തിനും ബാധിക്കും. കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും. കാർഷിക മേഖല തരിപ്പണമാകും. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കലക്ടറുടെ കോൺഫറൻസിലും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലൊക്കെ തന്നെ പലതവണ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുമ്പോൾ ആരുടെയായാലും ഒരു കടമയുണ്ട്. പ്രാദേശിക തലത്തിലെ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ജനങ്ങളുടെ വികാരത്തിന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കും ഗ്രാമപഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാവുക. വികസനത്തിന് ഒരു കാരണവശാലും ഇവിടുത്തെ ജനങ്ങളോ ജനപ്രതിനിധികളോ എതിരല്ല. വികസനം വേണം. ഈ പ്രദേശത്തിൻ്റെ റോഡും വീതിയും പാലവും ഒക്കെ വേണ്ടുകയും വീതി കൂട്ടുകയും വേണം. പക്ഷെ അത് ചർച്ചയിലൂടെയും അതിന് പരിഹാരം, അതിന് സാക്ഷരമായ അതിനൊരു മറുമരുന്നും കൂടി കണ്ടതിന് ശേഷമായിരിക്കണം എന്ന് മാത്രമാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കലക്ടറോടും ബന്ധപ്പെട്ട ഭരണാധികാരികളോട് സംസാരിച്ചിരുന്നു. ഇന്ന് ഈ ചർച്ച ചെയ്തതിന് ശേഷം മാത്രം ബഹുമാനപ്പെട്ട അബ്ദുറബ്ബ് സ്ഥല MLA ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥല MLA എന്നുള്ള ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ സ്ഥലമെടുപ്പ് ജനങ്ങളേറ്റ് ജനപ്രതിനിധികളേറ്റ് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നടപ്പിലാക്കുന്ന അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ സ്ഥലമെടുപ്പിൻ്റെ അല്ലെങ്കിൽ അളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തിവെച്ചിട്ടുള്ളത് എന്ന് അറിയിക്കുക. മാത്രമല്ല, നമ്മുടെ 16-ാം തീയതി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഹൈവേ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡ് പോകണം. ഇപ്പോൾ നമ്മുടെ നാസർ ബസിൻ്റെ പറഞ്ഞ വികസനത്തിന് നമ്മൾ ആരും എത്തുന്നത്, പക്ഷേ ഒരിക്കലും ഇതുപോലെ സമാന്തര പാതകൾക്കാണ് നമുക്കെതിരായത്. കാരണം ഈ ബൈപ്പാസിന് നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേരത്തെ 16-ാം തീയതി തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ തീരുമാനിച്ചത്. ഇത് ഇരകൾക്കുള്ള നഷ്ടപരിഹാരം എന്താണെന്നോ എങ്ങനെ അവരെ പുനരധിവാസിക്കുമെന്നോ യാതൊരു നിർദ്ദേശവുമില്ലാത്ത ഒരു ഡിമാൻഡുകളും വെക്കാതെയാണ് ഈ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് എന്തായാലും ശരി ജനങ്ങൾ തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. നിലവിലുള്ള ഹൈവേ വികസിപ്പിച്ച് പോകണം എന്നുള്ളതാണ്. 30 മീറ്റർ പിന്നെ വീതിയിൽ വെച്ച് തന്നെ 4 വരി പാത നിലവിലുള്ള പാടശേഖരം മുഴുവൻ തൂർത്തുകൊണ്ട് പോകുന്ന കാരണം ഇവിടെ എടരിക്കോടിന്റെ കാർഷിക പിന്നെ നശിപ്പിക്കാൻ നമുക്ക് പെരുമണ്ണിൽ നശിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ പാക്കേജ് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. വില നിശ്ചയിച്ചിട്ടില്ല. ആളുകൾക്ക് ആകെ കൊടുക്കുന്നത് 5000 രൂപ എന്ന് പറഞ്ഞു. 5000 കോടി രൂപ. മലപ്പുറം ജില്ലയിൽ തന്നെ 3000 കോടി രൂപ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം